ഈ വാർത്തയുടെ വിശകലനവുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള നമ്മോടൊപ്പം ചേരുകയാണ്. പ്രദീപ് പിള്ള, മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലാണ് RSS വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നൊബേൽ പുരസ്കാര ജേതാവിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഇത്തരം ഹൈന്ദവ കൂട്ടക്കൊല അരങ്ങേറുന്നത്. അതിനെ അതിശക്തമായ ഭാഷയിലാണ് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വരച്ചുകാട്ടിയത്. ഒപ്പം അതിശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം തന്നെ വളരെ കൃത്യമായി ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഭാരതം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുകയാണ് RSS ചെയ്തിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം സുനിൽ അംബേദ്കറുടെ വാക്കുകളെ? ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയെക്കുറിച്ച് RSSന്റെ അഖില ഭാരതീയ പ്രജാ പ്രമുഖ് സുനിൽ അംബേദ്കർ ജി പ്രതികരിച്ചിട്ടുള്ളത്. നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിലാണ്, പ്രതിഷേധ കൂട്ടായ്മയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു. ഒന്ന്, ഈ ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവായ മുഹമ്മദ് യൂനുസ് ആണ്. മറ്റൊന്ന്, അദ്ദേഹം സ്ഥാനമേറ്റ ദിവസം 92 നൊബേൽ സമ്മാന ജേതാക്കൾ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചിരുന്നു. 197ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അഭിനന്ദന സന്ദേശങ്ങൾ അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്, ഭാരതത്തിൽ നിന്ന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ കൈലാസ് സത്യാർത്ഥിയുടെ വാക്കുകൾ കൂടി അദ്ദേഹം കേൾക്കണം. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവിടെ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൈലാസ് സത്യാർത്ഥിയുടെ വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിനൊക്കെ പുറമെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉള്ള ഭരണകൂടം, അവിടുത്തെ സൈന്യം, അവിടുത്തെ പോലീസാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്, ഈ അതിക്രമം കാട്ടുന്നത്. ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നത്, ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു, സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ഇത് കണ്ടാൽ ഓരോ ഹിന്ദുവിന്റെയും രക്തം തിളയ്ക്കണം. വെറുതെ അപലപിച്ചുകൊണ്ട് ആയതില്ല. ഒരു ദിവസം അപലപിച്ച്, ഒരു ദിവസം രോഷം കണ്ട്, ഒരു ദിവസം ദുഃഖം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ രക്തം തിളയ്ക്കണം, രോഷം അടങ്ങരുത്. ഹിന്ദു സമൂഹത്തിനെതിരായ, ഹിന്ദു സമൂഹത്തിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നീക്കമാണ്, വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ മാത്രമല്ല, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഇതിനെതിരെ ലോകമെമ്പാടും നിന്നും ശബ്ദം ഉയരണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നാം ഒന്നും ചെയ്തില്ലെങ്കിൽ വരും തലമുറ നമ്മുടെ ഈ മൗനത്തെ ചോദ്യം ചെയ്യും. വരും തലമുറ നമുക്ക് മാപ്പ് തരില്ല. മറ്റൊന്ന്, അദ്ദേഹം ജമ്മു കാശ്മീരിലെ ഉദാഹരണം വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും വർഷം നീണ്ട ശേഷം ജമ്മു കാശ്മീരിൽ സമാധാനം പുലരാനായി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നാം തന്നെ കാണണം. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ മറ്റാരെങ്കിലും വരും എന്ന് കരുതരുത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. അതിനപ്പുറം അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിലും മറ്റൊന്ന് പറയുന്നുണ്ട്, ബംഗ്ലാദേശിലെ ഈ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിലെ ഈ വംശഹത്യ, ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ ഈ അതിക്രമത്തിന് ചുക്കാൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള ചില ശക്തികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് അനുമാനിക്കാവുന്നത് ചൈനയും പാകിസ്ഥാനെയുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് തന്നെ കരുതണം. കാര്യം വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തിയ ബീജിംഗ് സന്ദർശനവും, അതുപോലെ തന്നെയാണ് ISIയും ജമാഅത്തെ ഇസ്ലാമിയും ISIയും ബംഗ്ലാദേശ് സർക്കാരും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും. അതിനെല്ലാം പുറമെ വ്യാപാര മേഖലയിലടക്കം വളരെ പെട്ടെന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും അടുക്കുന്ന കാഴ്ച നാം കണ്ടു. ഏത് രാഷ്ട്രത്തിൽ നിന്നാണോ ഭാരതത്തിന്റെ 17,000-ഓളം സൈനികർ ജീവൻ ബലി കൊടുത്ത് ഈ രാജ്യം ഉണ്ടാക്കിയത്, ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്, അതേ രാഷ്ട്രത്തോട് സന്ധി ചെയ്ത് ഭാരതത്തിനെതിരെയുള്ള ഗൂഢാലോചനയിൽ ഇന്ന് ബംഗ്ലാദേശ് ഭാഗഭാക്കാക്കുകയാണ്. ഇത് നോക്കിയിരുന്നാൽ പോരാ. ചർച്ചകൾ നല്ലത് തന്നെയാണ്. ചർച്ചകളിലൂടെ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ചർച്ചകളിലൂടെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അടുത്ത പടി നോക്കണം, അടുത്ത വഴി തേടണം, അടുത്ത സ്റ്റെപ്പ് വേണം, കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാരിനെതിരായ പ്രതിഷേധം ആയി തുടങ്ങിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, അവിടെ നടന്ന ഒരു സംവരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംവരണം നടപ്പാക്കാനുള്ള നീക്കത്തിന്റെ പേരിൽ തുടങ്ങിയ പ്രക്ഷോഭം, ആ സംവരണം നടപ്പാക്കാനുള്ള നടപടി കോടതി റദ്ദു ചെയ്ത ശേഷവും തുടരുകയും ആ പ്രക്ഷോഭം
ചില പ്രതിലോമ ശക്തികൾ ഏറ്റെടുത്ത് അതിന് ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി മാറ്റുന്നു. അവിടുത്തെ ജയിലറകൾ തല്ലിപ്പൊളിച്ച് തീവ്രവാദികൾ അടക്കമുള്ളവരെ തുറന്നുവിടുകയും ഇതിനെ വളരെ കൃത്യമായ ഹിന്ദു വിരുദ്ധ ഭാരത വിരുദ്ധ പോരാട്ടമാക്കി അല്ലെങ്കിൽ അതിക്രമമാക്കി മാറ്റാൻ അവിടെ കഴിഞ്ഞു. അതാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് RSSന്റെ അഖില ഭാരതീയ പ്രജാപ്രമുഖ് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. വളരെ ശക്തവും വളരെ വ്യക്തവുമായ വാക്കുകളാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ കണ്ട് നോക്കിയിരിക്കാനാവില്ല ഇനി എന്നുള്ളത് തന്നെയാണ്. നൊബേൽ സമ്മാന ജേതാവ്, സമാധാനത്തിന് നൊബേൽ പുരസ്കാരം നേടിയ ആളുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിലാണ് ഇത് നടക്കുന്നത്. അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നു. പല തരത്തിലുള്ള അതിക്രമങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ക്ഷേത്രങ്ങൾ, ഹിന്ദുക്കൾ, ഹിന്ദു ഭവനങ്ങൾ, സ്ത്രീകൾ, ഇങ്ങനെ എല്ലാ വിഭാഗത്തിനും നേരെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അതിനി കണ്ടില്ലെന്ന് നടിച്ചിരിക്കാനാവില്ല. അപ്പോൾ ഹിന്ദുവിന്റെ വികാരം, ഹിന്ദുവിന്റെ രോഷം, ഹിന്ദുവിന്റെ ആത്മാഭിമാനം ഉണരണം. ഭാരതത്തിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ മാത്രമല്ല, അവരെ മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. ഭാരതത്തിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കണം. ഇത് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ ഭാവി തലമുറ നമുക്ക് മാപ്പ് തരില്ല എന്ന് പ്രദീപിള്ള തുടരുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ചുകൂടി പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടതുണ്ട്. അതിലേക്ക് പോയതിനു ശേഷം പ്രദീപിള്ളയിലേക്ക് തിരികെ എത്താം. आज अगर इसको चलने दिया, ज्यादा समय ऐसे ही चलता रहा तो बहुत लोगों की हिम्मत बढ़ेगी और बहुत लोगों को लगेगा कि भारत के हिंदुओं को कोई फर्क नहीं पड़ता। हम आसपास के हिंदुओं पर कितना भी अत्याचार कर ले, इन्हें फर्क नहीं पड़ता। मुझे लगता है कोई माफ करे न करे, हमारी आने वाली पीढ़ियां हमें माफ नहीं करेगी। हमारे आने वाली पीढ़ियां पूछेगी हमें, जब भारत का विभाजन हुआ शायद हम उस पार्टीशन को रोक नहीं पाए, लेकिन उसके बाद अब देश में किसी भी ऐसी प्रकार की हमारे आसपास में कोई ऐसी शक्तियों को हम पनपने नहीं देना चाहते। अगर सहन करने की आदत से निकलेंगे नहीं तो फिर ये शक्तियां बढ़ेगी। इसीलिए इस बात को पूरी तरह समझना आवश्यक है। एक तरीके से ये हम लोगों के लिए, इस जनरेशन के लिए, हमारी इस पीढ़ी के लिए, इस समय के लिए, इस मोड़ पर हमारे लिए एक महत्वपूर्ण एक चैलेंज, एक चुनौती हमारे लिए आई है और इस चुनौती को हम लोगों को स्वीकार करना जरूरी है कि हम लोगों का संघर्ष एक रैली तक सीमित नहीं रहेगा। हमारा संघर्ष जारी रहेगा, हर तरीके से जारी रहेगा जब तक बांग्लादेश के एक एक हिंदुओं को, जैनों को, बुद्धों को, सभी को न्याय नहीं मिलता, तब तक ये संघर्ष जारी रखना पड़ेगा। बांग्लादेश में पिछले कुछ दिनों से हिंदू समाज, अल्पसंख्यक, बौद्ध, सिख, जैन, सभी लोगों पर भयंकर ऐसे अत्याचार हो रहे हैं। जब वो अत्याचार के चित्र आ रहे थे तो समझ में नहीं आ रहा था कि ये चित्र नए हैं या पुराने किसी मुगल काल के शासन के हैं। प्रारंभ में सभी लोगों को बहुत दुख हो रहा था कि हमारे पड़ोस में ही बांग्लादेश में राजनीतिक उठापटक के बीच में धीरे धीरे उनके अपने राजनीतिक शासन के खिलाफ जो आक्रोश था वो हिंदू समाज के खिलाफ आक्रोश दिखने लगा। कितने सारे मंदिर लूटे गए, जलाए गए, कितने सारे महिलाओं पर अत्याचार हुए और एक डर का माहौल पूरे अल्पसंख्यक हिंदू समाज और अल्पसंख्यक समाज में उत्पन्न किया गया। लेकिन हम लोग दुखी सब लोग हैं कि ये क्या हो रहा है, ये क्यों हो रहा है। लेकिन आवश्यकता यह है कि केवल दुख से नहीं चलेगा, सारे हिंदू समाज को, भारत के सभी लोगों को गुस्सा आना चाहिए, इस बात पर गुस्सा आना चाहिए। और वो गुस्सा तब आता है, दुख तब होता है जब हम उनको अपना मानते हैं। मैं यहां से कहना चाहता हूं, भारत का जो हिंदू समाज है वो केवल भारत के हिंदुओं को नहीं, बांग्लादेश के, पाकिस्तान के, अफगानिस्तान के जहां भी हिंदू रहते हैं उनको अपना मानता है, अपने हिंदू मानता है। और जब हम उनको अपना मानते हैं तो अपनों के लिए दुख तो किया जाता है।
ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രദീപ് പിള്ള, അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഹിന്ദു വംശത്തിൻ്റെ ഉന്മൂലനമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാത്രമല്ല, ലോകമാകമാനമുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഹിന്ദുവിൻ്റേതാണ് എന്ന് ഊന്നി പറയുകയാണ്. ഒപ്പം ഈ ചർച്ചകൾക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ചില വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർ പറയുന്നത്, ചില ബംഗ്ലാദേശി ന്യൂസ് ചാനലുകളെല്ലാം പുറത്തുവിടുന്ന വിവരമനുസരിച്ച് 72% വാർത്തകളും ഇങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശിനെ എതിരെ വ്യാജമായി പ്രചരിപ്പിക്കുന്നു എന്നതാണ്. പക്ഷേ നമ്മളടക്കം പുറത്തുവിട്ട, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളിൽ അവിടെ നടന്ന അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അവിടെ ഹൈന്ദവ ജനവിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് കാണുന്നത്. ഇതിനെതിരെ ഈ ചർച്ചകൾ കൊണ്ട് ഫലപ്രദമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വളരെ കൃത്യമായ ഹാർഡർ സ്റ്റെപ്സിലേക്ക് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ പോകണമെന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ് RSS. അദ്ദേഹം ഒരു ചരിത്ര വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് വിഭജനം തടയാനായില്ല, വിഭജനത്തിന്റെ മുറിവുണ്ടാകുന്നത് തടയാനായില്ല, ഭാരതത്തെ വെട്ടിമുറിച്ച് ഭാരതവും പാകിസ്ഥാനുമായി വിഭജിക്കുന്നത് തടയാനായില്ല. ഒടുവിൽ അത് ഭാരതവും പാകിസ്ഥാനും ഒടുവിൽ ബംഗ്ലാദേശുമായി, അഖണ്ഡ ഭാരതം പലതായി ഛിന്ന ഭിന്നമായി പോയി. അത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇനി നമ്മൾ ഒരിക്കൽ കൂടി ശക്തി കാട്ടേണ്ട സമയമാണ്. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. വരും തലമുറ അല്ലെങ്കിൽ നമുക്ക് മാപ്പ് തരില്ല. ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്ന് ഭാരതത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നത്. ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുക്കണം. ഒരു രാജ്യത്തിൽ ഒതുങ്ങുന്നില്ല ഈ വെല്ലുവിളി എന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ജൈനന്മാർക്കും സിഖുകാർക്കും അടക്കം ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയരുന്ന അതിക്രമം അതുപോലെ തന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അരങ്ങേറുന്നുണ്ട്. ഈ രാജ്യത്തെ ഭരണം കാണുമ്പോൾ തോന്നുന്നത് ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണോ പുറത്തു വരുന്നത് എന്നാണ്. ജനം TV അടക്കം പുറത്തുവിട്ട ദൃശ്യങ്ങൾ കണ്ട ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നുന്നത് ഇത് ഇപ്പോൾ ഈ കാലത്ത് നടക്കുന്ന, വർത്തമാന കാലത്ത് നടക്കുന്ന കാഴ്ചകളുടെ അല്ലെങ്കിൽ അരങ്ങേറുന്ന കൃത്യങ്ങളുടെ ദൃശ്യങ്ങളാണോ അതോ മുഗൾ ഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്ന് നടന്നതാണോ എന്ന് പോലും അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള അതിക്രൂരമായ, ഒട്ടും സംസ്കാരമില്ലാത്ത ക്രൂരമായ അതിക്രമങ്ങളുടെയും ആക്രമണങ്ങളുടെയും കൊള്ളിവെയ്പ്പിന്റെയും കൊള്ളയുടെയും ഒക്കെ ദൃശ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് കണ്ടാൽ നമുക്ക് ദുഃഖമുണ്ടാവും, ഇത് കണ്ടാൽ രോഷമുണ്ടാവണം. അയൽ രാഷ്ട്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അയൽ രാഷ്ട്രത്തെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇത് കണ്ടാൽ രോഷമുണ്ടാവണം, രക്തം തിളയ്ക്കണം, ദുഃഖം വരണം. നമുക്ക് ദുഃഖം തോന്നണമെങ്കിൽ, നമുക്ക് അവരോട് അനുകമ്പ തോന്നണമെങ്കിൽ അവർ നമ്മുടെ ഭാഗമാണെന്നുള്ള കൃത്യമായ ബോധം കൂടി നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ തന്നെ ഭാഗമാണ് അവരെന്നുള്ള കൃത്യമായ തിരിച്ചറിവുണ്ടാകണം. ഭാരതത്തിലെന്നല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഹിന്ദു സമൂഹത്തിന് നേരെ ഉണ്ടായിരുന്ന ഏത് അതിക്രമവും നമുക്ക് നേരെ തന്നെ ഉണ്ടാകുന്നതാണെന്നുള്ള തിരിച്ചറിവോട് കൂടി നീങ്ങണം എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ, ചർച്ചകൾ നടക്കുന്നു, നല്ല കാര്യം തന്നെയാണ്. രോഷമുണ്ടാവുന്നു, നല്ല കാര്യം തന്നെയാണ്. ഒരു ദിവസത്തെ രോഷം, ഒരു ദിവസത്തെ ദുഃഖം, ഒരു ദിവസത്തെ അപലപനം ഇതിൽ തീരരുത്. അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ പോരാട്ടം തുടരണം. ചർച്ചകളിലൂടെ, സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ, വിദേശകാര്യ മന്ത്രാലയം, അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയവുമായി നടത്തുന്ന ചർച്ചകൾ, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശ് സന്ദർശിച്ച് ബംഗ്ലാദേശിലെ വിദേശകാര്യ വകുപ്പുമായി, സർക്കാരുമായി, സാക്ഷാൽ മുഹമ്മദ് യൂനുസുമായി നടത്തിയ ചർച്ചകൾ, ഇതുകൊണ്ട് പരിഹാരം ഉണ്ടാവണം. പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, പരിഹാരം ഉണ്ടാക്കാൻ അടുത്ത വഴി തേടണം. അതിനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഉദാഹരണം ജമ്മു കാശ്മീരിലെ തന്നെയാണ്. ജമ്മു കാശ്മീരിലെ മുറിവുണങ്ങാൻ കാലങ്ങളെടുത്തു. ജമ്മു കാശ്മീരിൽ സമാധാനം പുലരാൻ വർഷങ്ങളല്ല പതിറ്റാണ്ടുകൾ എടുത്തു. ഒടുവിൽ ജമ്മു കാശ്മീരിൽ എങ്ങനെ പരിഹാരമുണ്ടായി? പരിഹാരം നാം ഉണ്ടാക്കി. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ തന്നെ കാണണം എന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം രാഷ്ട്രത്തിനും സർക്കാരിനും നൽകുന്നത്. നീലിമ, വളരെ കൃത്യമായ വിശകലനമാണ് ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ഇക്കാര്യത്തിൽ നടത്തിയത്. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യക്കെതിരെ ആഞ്ഞടിച്ച് RSS രംഗത്ത് വരുന്നു.
ചർച്ചകൾ കൊണ്ട് ഫലമില്ലെങ്കിൽ അടുത്ത പടി നോക്കണമെന്ന് വളരെ കൃത്യമായി RSS കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.